നമുക്ക് അടിപൊളി ചക്ക കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വറുക്കാനുള്ള ചക്കയാണ്. ഇതിന് കുരു കളഞ്ഞ് എങ്ങനെ അരിയണം, പിന്നെ ബാക്കി വറുക്കുന്ന ചക്കക്കുരു കളയാം. നമ്മൾ ചക്കക്കുരു കളയാൻ വേണ്ടി ഇങ്ങനെ നടുക്ക് പൊളിക്കുക. ഇത് അറിയാത്ത ആരും ഉണ്ടാവില്ല, എന്നാലും പറയുമോ. ഇതിങ്ങനെ ഓരോന്ന് കളഞ്ഞെടുത്തിട്ട് വറുക്കാനാവുമ്പോൾ നമുക്ക് കുറച്ച് ശ്രദ്ധിക്കണം. ഇതില് മുറിഞ്ഞൊന്നും പോകരുത് ചുള. ഇങ്ങനെ നീളത്തിലുണ്ടെങ്കിൽ നമുക്ക് വറുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. നല്ല വലിയ ചുളയല്ലേ. അപ്പൊ നമ്മള് ഇതിങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഇനി എങ്ങനെ ഇത് വറുക്കാൻ വേണ്ടി അരിയണമെന്നുള്ളത് നോക്കാം. ഇത് ഫുള്ളും കാണിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും കേട്ടോ. അതുകൊണ്ട് ഇനി മൊത്തം പൊളിച്ചെടുത്തിട്ട് നമുക്ക് കാണാവേ. നല്ല ചുളയാ. നാളത്തേക്ക് വെച്ചാൽ ചിലപ്പോൾ കൊള്ളൂല. ചക്ക കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷാട്ടോ. അതെന്താ അറിഞ്ഞൂടാ. നമ്മുടെ ചക്കക്കുരു ഒക്കെ പൊളിച്ചെടുത്തിട്ടുണ്ടേ. നല്ല ചക്കക്കുരു കേട്ടോ, കറി വെക്കാനൊക്കെ നല്ല ചക്കക്കുരുവാ. ഇനി നമുക്കിത് എങ്ങനെ വറുക്കാൻ എങ്ങനെ അരിയാൻ നോക്കാം. വറുക്കാന് കനം കുറച്ച് അരിയുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഓരോ ചക്ക എങ്ങനെയാണോ അങ്ങനെ ഇരിക്കും നമുക്ക് അരിയാനേ. ഇതിപ്പോ നല്ല ചക്കച്ചുളയാ, നല്ല വലിയ ചുളയല്ലേ. അതുകൊണ്ട് ഇത്ര കനം കുറച്ച് അരിയണം. ആ വെച്ചാൽ എണ്ണയിലിടുമ്പോൾ പെട്ടെന്ന് മുറിഞ്ഞു കിട്ടുകയാണെങ്കിൽ കുറേ സമയം പിടിക്കും, കുറേ എണ്ണ കുടിക്കും. ഇങ്ങനെ കനം കുറച്ച് അരിയാ. കുറച്ച് സമയം പിടിക്കുന്നേ ഉള്ളൂ. ഭയങ്കര എക്സ്പീരിയൻസ് ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാൻ പരമാവധി കനം കുറയ്ക്കും. അപ്പൊ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാമല്ലോ, കുറേ നേരം അടുക്കളയിൽ നിൽക്കണ്ടല്ലോ. നമുക്ക് കുറച്ച് എളുപ്പ വഴിയൊക്കെ നോക്കണ്ടേ. ഇതിപ്പോ വലിയ ചുളയായത് കൊണ്ട് നമുക്ക് കുറച്ച് എളുപ്പമാണ് അരിയാനൊക്കെ. ചെറുതാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാ. അപ്പൊ നമുക്ക് ഇങ്ങനെ എല്ലാം നോക്കിക്കോ. അല്ല, ഈ പാകത്തിന് അരിഞ്ഞെടുക്കുക. ഇങ്ങനെ എല്ലാം കനം കുറച്ച് അരിഞ്ഞെടുക്കാവേ. അപ്പൊ നമ്മൾ ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാ വറുക്കാന്നുള്ളത് നോക്കാം. കണ്ടില്ലേ, തീരെ നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള കേട്ടോ. ഇത് നമുക്ക് എങ്ങനെയാ വറുക്കാന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മുടെ ചക്ക വറുക്കാനുള്ള എണ്ണ ഒഴിക്കാൻ പോവാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ, നല്ലപോലെ ചൂടാവണം. അപ്പോഴേ നമ്മള് ചക്ക പെട്ടെന്ന് ആയി കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് നമ്മളെ ചക്ക ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. മെല്ലെ ഇട്ട് കൊടുത്താൽ മതി. ആ സമയം തീ കുറച്ച് വെക്കുക, കയ്യിലോട്ടൊന്നും തെറിക്കാണ്ട്. ഞാനിങ്ങനെ കേട്ടോ വറക്കുന്നേ. ഞാൻ ഒരു ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും. ചില ചക്കയ്ക്ക് നല്ല കളർ ഉണ്ടാവും, അതിന് മഞ്ഞപ്പൊടി ഒന്നും ആവശ്യമില്ല. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും ഞാൻ. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഇളക്കി കൊടുക്കാം. എണ്ണ നല്ല ചൂടായതിനു ശേഷം ചക്ക ഇടാവുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ എന്തോ പോലെ ആയിപ്പോവും.
ഇനി അവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ. എന്നിട്ട് നമുക്ക് കോരാൻ സമയത്ത് ഇതിൻ്റെ പരുവം എങ്ങനെയാന്നുള്ളത് കാണിക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചക്ക കോരാനായിട്ടുണ്ടേ. നമുക്ക് കോരാട്ടോ. നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറ് ലേശം മാറുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം മനസ്സിലാക്കിക്കോണം. ഞാനത് രണ്ട് മൂന്ന് എളുപ്പ വഴി പറഞ്ഞു തരാം. ഇത് എങ്ങനെയാ ചക്ക ഫ്രൈ ആയി എന്നുള്ളത് ഞാൻ ചെയ്തു കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെയാ ചെയ്യുക. മൊത്തം കോരി എടുക്കട്ടെ എന്നിട്ട് പറയാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒന്നാമത്തത് ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു കിലുകിലാ ഒച്ച വരും. നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഒരു കിലുകിലാ ഒച്ച വരും. അത് പാകമായിട്ടുണ്ട് എന്നുള്ള ഒരു സിമ്പിളാണ് നമുക്ക്. പിന്നെ വേറൊരെണ്ണം ഞാൻ കാണിച്ചു തരാം. ഇത് അതിലോട്ട് ഇട്ടോട്ടെ. വേറൊരു ടിപ്സ്, ഇങ്ങനെ ഒരു കഷ്ണം എടുത്ത് നോക്കുക. എന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഒരു ടപ്പ് എന്നൊരു ഒച്ച കേട്ടിട്ടുണ്ടെങ്കിൽ അതായി നടത്തും. ഞാൻ അങ്ങനെ കേട്ടോ, എനിക്കിങ്ങനെ അറിയാൻ പറ്റുള്ളൂ. ഞാൻ വലിയ എക്സ്പീരിയൻസ് ഒന്നുമല്ല. പിന്നെ വേറൊരു എന്താന്ന് വെച്ചാൽ, ഇതുപോലെ കടിച്ചു നോക്കണം. കറമുറാന്ന് ഒച്ച കേൾക്കുന്നുണ്ടോ നോക്കണം. കേൾക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ മെത്തേഡ്. ഇതാണ്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നാ. ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോഴേ മനസ്സിലാവും. നമ്മളിത് ആവാൻ പാകമായി എന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലാവൂലേ. അപ്പോൾ ഒരു കഷ്ണം എടുത്തിട്ട് ഒന്ന് ചൂടാറാൻ വെക്കുക. എന്നിട്ട് അത് പൊട്ടിച്ച് നോക്കുക, അല്ലെങ്കിൽ കടിച്ചു നോക്കുക. അതിനുശേഷം ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് കേട്ടോ. പൊട്ടിച്ച് നോക്കുക, കടിച്ചു നോക്കുക. ടപ്പ് എന്നൊക്കെ ഒച്ച കേട്ടിട്ടുണ്ട്, കറാമുറാന്ന് കടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആയി നിർത്താം. പിന്നെ നമ്മൾ കോരുമ്പോൾ കിലുകിലാന്ന് ഒച്ച കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയി നടത്തുവാണേ. അപ്പം നമുക്ക് ഞാൻ അടുത്ത ട്രിപ്പും കൂടി ഇടാം. എന്നെ പോലെ ഇങ്ങനെ എണ്ണയിൽ പണിയെടുക്കുമ്പോൾ പേടിയുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു എളുപ്പ വഴി കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിലേക്ക് എടുത്തിടുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇടുക. അപ്പം നമ്മളെ കൈക്ക് തെറിക്കൂല കേട്ടോ. അങ്ങനെ കുറച്ച് എളുപ്പ വഴിയൊക്കെ ഉണ്ട്. നമ്മളിത് ലേശം ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ ഫസ്റ്റ് പ്രാവശ്യം ഇട്ടില്ലേ ഉപ്പ്, അത് കുറഞ്ഞു പോയായിരുന്നു കേട്ടോ. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എനിക്ക് മനസ്സിലായി. അപ്പം നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം പൊട്ടിച്ചും കടിച്ചൊക്കെ നോക്കുമല്ലോ. അപ്പോൾ ഉപ്പിൻ്റെ പാകം കൂടി നോക്കണം. എന്നിട്ട് അടുത്ത പ്രാവശ്യം ഇടുമ്പോൾ അത് മാനേജ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ എല്ലാം കോരി എടുക്കുമ്പോൾ ഒന്ന് കുടയുമല്ലോ. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ബാലൻസ് ആയിക്കോളും. അപ്പം നമ്മളെ ചക്കപ്പരിപാടി ഏകദേശം പകുതി ആയിട്ടുണ്ട്. കുറേ സമയം പിടിക്കും ഇത് വറുക്കാൻ. ഇനി ഇതെല്ലാം വറുത്ത് ഫ്രൈ ആക്കിയതിന് ശേഷം ഞാൻ മൊത്തത്തിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ എളുപ്പ വഴിയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ള് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മളെ ചക്ക മൊത്തം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അതല്ലേ നമ്മളെ ചക്ക വറുത്തത്. ഞാൻ സിമ്പിൾ മെത്തേഡാ പറഞ്ഞത് കേട്ടോ. എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് ലേശം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കളർ കുറവാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നോക്കിയാൽ നമ്മുടെ ചക്ക വറുത്തത് കാണുമ്പോൾ നല്ല രസമല്ലേ. ഇങ്ങനെ ചക്ക ആർക്കെങ്കിലും ചക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വറുത്തൊക്കെ തിന്നണം കേട്ടോ. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടം വറുത്ത ആ ചൂടോടെ തിന്നുമ്പോൾ ഭയങ്കര ഇഷ്ടമാണത്. നമ്മൾ ഇനി കുറച്ച് ചൂടാറിയതിന് ശേഷം ഒരു കൂടിനകത്തൊക്കെ ഇട്ട് വെക്കുമല്ലോ. നമുക്ക് വേണമെന്നുള്ളപ്പോൾ കുറച്ച് ചായക്കൊക്കെ കടിച്ച് പറിച്ച് തിന്നാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.